ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മളൊരു പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്കിതിലോട്ട് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ആദ്യം ചെയ്യണത്. അതിലോട്ട് നമ്മൾ ഒരു 2-3 തുള്ളി ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ഒഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ക്രീം നന്നായിട്ട് സ്റ്റിഫായി വരുന്ന വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പുഡിങ്ങിലോട്ടുള്ളൊരു സോസാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതിനാദ്യം ഒരു പാക്കറ്റ് പാലെടുക്കുക. നമുക്ക് കസ്റ്റാർഡ് മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ ചെറിയ ബൗളിലോട്ട് 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുക്കുക. ഇതിൽ നിന്ന് നമ്മൾ എടുത്തു വെച്ച പാലിൽ നിന്ന് 2 കയ്യിൽ ഇതിലോട്ട് പാലൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ എടുത്തു വെച്ച പാലിലോട്ട് നമ്മൾ ആദ്യം കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി പാല് നന്നായിട്ട് തിളച്ച് വരണം. നമുക്കിതിലോട്ട് പഞ്ചസാര വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ അധികം മധുരം യൂസ് ചെയ്തിട്ടില്ല ഇപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ട് പഞ്ചസാരയും മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്യാം. ഞാനിപ്പോൾ മധുരം കുറച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെ ഇതിലോട്ട് പാൽ തിളയ്ക്കുമ്പോൾ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇളക്കണം, കട്ട കൂടാൻ പാടില്ല. നന്നായിട്ട് ഇളക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ കസ്റ്റാർഡ് അത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ടുള്ള ബ്രെഡ് എടുക്കാം. നമുക്ക് ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ പുഡിംഗ് ട്രേ എടുക്കുക. നമ്മൾ ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ ഇതിലോട്ട് കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക. അതിലോട്ട് നമ്മൾ ബ്രെഡ് ഇട്ട് കൊടുക്കുക. ബ്രെഡ് 2 സൈഡും മുക്കിയിട്ട് വെച്ച് കൊടുക്കുക. മുകളിലോട്ട് നമ്മൾ വീണ്ടും കുറച്ചും കൂടി കസ്റ്റാർഡ് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കപ്പലണ്ടി പൊടിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പ്രളയനായിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം. ഞാനിപ്പോൾ കപ്പലണ്ടി മിഠായിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ലെയർ റെഡി ആയിട്ടുണ്ട്. മുകളിലോട്ട് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ലെയർ ചെയ്തെടുക്കുന്നത് പോലെ തന്നെ വീണ്ടും നമ്മൾ ബ്രെഡ് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലോട്ട് വീണ്ടും നമുക്ക് കസ്റ്റാർഡിൻ്റെ ഇതൊഴിച്ച് കൊടുക്കുക. എല്ലാ സൈഡിലേക്കും നന്നായിട്ട് എത്തിക്കുക. വീണ്ടും മുകളിലോട്ട് നമുക്ക് ബീറ്റ് ചെയ്ത വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുക. ഇനി നമുക്കതിലോട്ട് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് വേണം. ഡാർക്ക് ചോക്ലേറ്റ് നമ്മളിതാ ഒരു പാനിലിട്ടിട്ട് മെൽറ്റ് ചെയ്യാണ് ചെയ്യണത്. പെട്ടെന്ന് മെൽറ്റ് ആവാൻ കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റായി തുടങ്ങി. അപ്പോൾ നമ്മളത് മുകളിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഡെക്കറേഷനായിട്ട്. എന്നിട്ട് നമ്മൾ ഇതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിക്കണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.